അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സമയം മുംതാസിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും. എടി ആ എന്തേക്ക നമ്മളെ മോളുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ആ ഇക്ക, പിന്നെ അതിപ്പോൾ ഒരാളെ കയ്യിലങ്ങടെ ഏൽപ്പിച്ച് കൊടുത്ത സമാധാനമായില്ലേ. മറ്റൊന്ന് നമ്മൾ ദൂരേക്ക് പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ മോളെ കാര്യത്തിൽ എന്താ ഏതാ ഒക്കെപ്പാടൊരു ബേജാറായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ പോകാനും വരാനൊക്കെ ഓനുണ്ടല്ലോ അല്ലേ. അതെടി, ഇനിയിപ്പോൾ മോളെ നല്ലൊരു പാർട്ടിയും കാര്യങ്ങളും നമ്മൾ നടത്തിയിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞാൽ കൊണ്ടുപോയതല്ലേ. നമ്മളൊന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടെങ്കിലും. ഇക്ക, നിങ്ങൾക്കിപ്പോൾ അത്രയും ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്ത് പോകാൻ കഴിയുമോ? പോകുന്നേ, മക്കളെ കാര്യത്തിനല്ലേ. മക്കൾ ഹാപ്പിയായി ജീവിക്കണം നമുക്ക് കാണണം. അതാണല്ലോ ഏതൊരു മാതാപിതാക്കളുടെയും സന്തോഷം. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ടെന്നാണ് മോള് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ മോളുടെ ഫോണൊക്കെ അടിച്ചിട്ട് കിട്ടുന്നില്ല. അതെന്താണാവോ? അതിപ്പോൾ ഓള് വേണമെങ്കിൽ വല്ലാതെ യൂസ് ചെയ്യലുണ്ടാവില്ല. നല്ലൊരു ഭർത്താവാണെങ്കിൽ അവർക്കൊരു ഫോൺ മതിയല്ലോ അല്ലേ. ആ അതൊക്കെ പണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെ അടുക്കലും ഫോണില്ലാതെ അതെങ്ങനെ? അതെ, എനിക്ക് ശരിയാണ്, എൻ്റെ ആരോഗ്യത്തിൻ്റെ നില അതിങ്ങനെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇക്ക, നിങ്ങൾ എന്ത് പറയണത്? അതെടി, എനിക്ക് തോന്നണം കൂടുതലായിട്ടൊന്നും ഇനിയിപ്പോൾ മോളെ കാര്യമൊക്കെ ഫൈസൽ മോൻ അങ്ങോട്ട് ഏൽപ്പിക്കേണ്ടി വരും. എല്ലാ കാര്യത്തിനും പോകാനും വരാനൊക്കെ. എനിക്കിപ്പോൾ പഴയ പോലെ ഒന്നും നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. അതൊക്കെ ആരോഗ്യത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അല്ലേ. എനിക്ക് പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ നീ ഫൈസിനോട് പറയണം. നമ്മളെ മോനെ പോലെയല്ലേ നമ്മുടെ കഴിയണത്. അതുകൊണ്ട് ഓനോട് പറഞ്ഞ് ഏൽപ്പിക്കണം എല്ലാ കാര്യങ്ങളും. ഓനങ്ങോട്ട് ഏറ്റെടുത്തോളും. അല്ല, നിങ്ങളിങ്ങനെയൊന്നും പറയല്ല കേട്ടോ. എനിക്ക് ബേജാറാകണം. ബേജാറാകല്ല, എനിക്കങ്ങനെ തോന്നാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ പൊന്നു മോൾക്ക് ഒരു കുഞ്ഞ് പിറക്കണം. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് കണ്ണടിച്ചാൽ മതി എന്നൊരു ആഗ്രഹം. എൻ്റെ കുട്ടിക്ക് ജീവിതത്തിലെ ഒരു തണി വേണമല്ലോ. അതിനെന്നെ. എന്നാലും അൽഹംദുലില്ലാ ഭർത്താവായല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമല്ലേ, അത് അവരങ്ങോട്ട് തീരുമാനിച്ചോളും. അതിലിപ്പോൾ നമ്മൾ ഇടപെടാൻ പറ്റൂലല്ലോ. എടേ, അറിയില്ല, ഒരു പേരക്കുട്ടിയെ കണ്ടിട്ട് മരിക്കണം. അതാണ് ആഗ്രഹം. എൻ്റെ മുംതാസ് മോള് ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി കഴിയുന്നത് കാണാൻ അതെനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അതുകൂടി കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാണ് എനിക്കാഗ്രഹം. ഇക്ക, അതിനൊക്കെ സമയമുണ്ടല്ലോ. ഇൻഷാ അല്ലാ അതൊക്കെ സമയമാകുമ്പോൾ ആയിക്കോളൂ. നിങ്ങൾ ടെൻഷനാവില്ലേ. ഇങ്ങനെ നീ ഫൈസിനെ ഒന്ന് വിളിപ്പിച്ചേ. ഇക്ക, നിങ്ങൾക്കെന്താ അസുഖം? വല്ലാതെ എന്തെങ്കിലും കൂടുന്നുണ്ടോ? ശരീരത്തിനൊക്കെ വല്ലാത്തൊരു പ്രയാസം, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ കിടക്കാൻ തോന്നുക. അല്ലെങ്കിൽ ആ മാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ഫൈസിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നീ അവരെ ഒന്ന് വിളിക്കുമോ? അപ്പോൾ തന്നെ അതാ ഉമ്മ ഫോണെടുത്ത് വിളിക്കുന്നു. ആ മോനെ ഫൈസി, തിരക്കിലാണോ? ഇല്ലുമ്മ, എന്ത്? ഞാനിവിടെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന്. എന്നാൽ അത് കഴിഞ്ഞ് മോനൊന്ന് വാട്ടോ. ഉപ്പാക്ക് എന്തോ പറയണം നിൽക്കുന്നുണ്ട്. ഉപ്പാക്കോ? എന്തു പറ്റി ഉമ്മ? കുഴപ്പമൊന്നുമില്ല, നിന്നോട് എന്താ സംസാരിക്കാനാണ്. ഞാൻ വരാം. എന്നാൽ മോൻ ഡ്യൂട്ടി കഴിഞ്ഞ് വാ. എന്തൊക്കെയോ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ ഉമ്മാക്ക് വിളിക്കാൻ ആദ്യം മടി തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്ന് എന്താണാവോ, നേരെ അപ്പോൾ തന്നെ ഫൈസൽ അതാ കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലെത്തുന്നു. അവനതാ റൂമിലേക്ക് കടന്നു വരുന്നു. കോളിംഗ് ബെൽ അമർത്തുന്നു. മോൻ വന്നെന്ന് തോന്നുന്നു. ഉമ്മ വാതിൽ തുറന്നു. ഫൈസി, മോന് വാ, ഇരിക്കേ. ഉമ്മ എന്തിനാ വിളിച്ചിരുന്നത്? അല്ലേ, ഉപ്പാക്ക് എന്തു പറ്റി? ഉപ്പാക്ക് എന്താ പനിയുണ്ടോ? ഉപ്പ എന്തു പറ്റി? സ്നേഹത്തോടെ ഫൈസലത ഉപ്പയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കുന്നു. അല്ല, നല്ല പനിയുണ്ടല്ലോ. എന്തു പറ്റി? എപ്പോഴാണ് തുടങ്ങിയത്? എന്നൊന്നും അറിയിച്ചില്ലല്ലോ. എന്ത് രാവിലെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? മോനെ, അത് കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തൊക്കെയോ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയണത്.
മുംതാസിൻ്റെ പിതാവ് വളരെയധികം അവശനായതായി അതാ ഫൈസൽ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ബെഡിനടുത്ത് തലക്കും ഭാഗത്ത് അതാ ഫൈസൽ ഇരിക്കുന്നു. ഉപ്പ എന്തു പറ്റിയത്? പനിക്കുന്നുണ്ട്, വരും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മോനെ, അതൊന്നും ഇപ്പോൾ വിഷയമല്ല, അത് മാറിക്കോളും. എന്താ പറ്റിയിട്ടുണ്ടല്ലോ? ഇത്രയധികം വരി, ഒന്ന് എഴുന്നേറ്റ് ഇരുന്ന് നോക്കല്ലേ. ഞാൻ പിടിക്കാം. വേണ്ട മോനെ, മോൻ പോയിക്കോ ഡ്യൂട്ടിക്ക്. ഞാനിപ്പോൾ ഇങ്ങ് വന്നിട്ടല്ലേ ഉള്ളൂ. മോനെ, എന്താ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തിരക്കാണ് ഇപ്പോൾ, സീസണ് ഓരോ ഇതിങ്ങനെ വരികയല്ലേ. മോനെ, എന്താ ഉപ്പാക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും ആവശ്യം, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഉപ്പ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. സ്വന്തം മകനെ പോലെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ മോനെ, എൻ്റെ കുട്ടി ഒന്ന് പോയി നോക്കണം കേട്ടോ. ആരെ? അല്ലേ, മുംതാസ് മോളൊന്ന് പോയി നോക്കണം. അവൾക്ക് ഒന്ന് ആരെങ്കിലും ഉറ്റവരായിട്ട് വേണ്ടേ. അപ്പോൾ മോനൊന്ന് പോയി നോക്ക്, കഴിയുന്നതും പെട്ടെന്നായിക്കോട്ടെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടി നടത്തണമല്ലേ നമുക്ക്. ഉപ്പ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ ഇപ്പോൾ. അല്ല, കുഴപ്പമില്ല, മോൻ്റെ ഇഷ്ടം പോലെ. ഇൻഷാ അല്ലാ. അല്ലുപ്പ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവുമല്ലേ നല്ലത്. അത് ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുക. എൻ്റെ മോൻ ഒന്ന് പോയി നോക്കുമോ? മോളുടെ കാര്യമൊക്കെ ഒന്ന്. നമ്മളാരെങ്കിലും ചെല്ലുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അവൾക്കും തന്നെ. എൻ്റെ കുട്ടി ഒന്ന് പോയി നോക്കുമോ? പിന്നെ ഇപ്രാവശ്യത്തെ ലാഭത്തിൽ നിന്ന് കിട്ടിയത് എൻ്റെ കുട്ടിക്ക് വേണ്ടി അല്പം ഞാൻ മാറ്റിവെച്ചിരുന്നു. എൻ്റെ കുട്ടിക്ക് വേണ്ടി നീ ഇതൊന്ന് സമ്മാനിക്കണം. അത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് നല്ലത്. എന്താ ഉപ്പ? അദ്ദേഹത്തിൻ്റെ തലയിണയുടെ ഇടയിൽ നിന്ന് അതാ ഒരു ബോക്സ് എടുക്കുന്നു. ഉപ്പ, ഇതെന്താ? മോനെ, ഇത് ചെറിയൊരു ഗിഫ്റ്റ്. ഉപ്പ, ഇത് അതെ മോൻ, ഇത് പോകുമ്പോൾ അവൾക്ക് കൊടുക്കണം. എന്താ ഉപ്പ അത്? ഒന്നുമില്ല, അവൾക്ക് എപ്പോഴും യൂസ്ഫുള്ളായ സംഭവമായിരിക്കും ഇത്. അവളുടെ ജോലി, പഠനം, കാര്യങ്ങൾ എല്ലാത്തിനും യൂസ്ഫുള്ളായ സംഭവം. ഉപ്പ, ഇത് ഒരിക്കൽ പോലും അവനത് തുറന്നു നോക്കിയില്ല, അത് ഓപ്പൺ ചെയ്തില്ല. അത് കൊടുക്കാം. ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഇൻഷാ അല്ലാ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടല്ല നല്ലത്. എങ്ങനെയായാലും വേണ്ടിയില്ല. പിന്നെ മോനെ, പ്രത്യേകമായിട്ട് ഉപ്പാക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയണം കേട്ടോ. ഉപ്പാക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അതിലേറെ ആഗ്രഹം എൻ്റെ കുഞ്ഞ് ഒന്ന് ഗർഭിണിയായി കാണുവാനാണ്. അതാണ് എനിക്ക് വലിയ ആഗ്രഹം. അവളുടെ ജീവിതത്തിൽ അവൾ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ അതാണ് കാണുന്നത്. അത് പറ്റുകയാണെങ്കിൽ എൻ്റെ മോൻ. അത് കേട്ടപ്പോൾ ഫൈസലിനെ എന്തോ ആയിപ്പോയി. പഠിച്ചവനെ, ഇതിങ്ങനെ ഞാൻ പറയാം? അതൊരിക്കലും ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ മോനെ. എന്നോട് ഞാൻ പറയുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. എങ്കിലും എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം നിന്നോട് പറഞ്ഞു എന്ന് മാത്രം. ഒരുപക്ഷെ ഞാനെങ്ങാനും ഇവിടെ എൻ്റെ മകൾ വരുന്ന സമയത്ത് ഇല്ലാതെ ഈ ഒരു കട്ടിൽ കാലിയായി കിടക്കുകയാണെങ്കിൽ അവളോട് പറയണം, എൻ്റെ മോൻ പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായി കാണാൻ ഉപ്പ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. മോനിപ്പോൾ ഇതാരോടും പറയണ്ട. ആ പിതാവിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത് ഫൈസലിനെ അതാ മനസ്സിലായി. ഉപ്പ, അങ്ങനെയൊന്നുമില്ല. ഉപ്പാക്ക് നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ പഠിച്ചോൻ തരട്ടെ. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ പനിച്ചിട്ട് തോന്നുകയാണ്, നിങ്ങൾക്കിപ്പോൾ വിഷമമാണ്. ശരിയാണ്, ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ വരാം. ഇനി പ്രഷറോ ഷുഗറോ എന്തെങ്കിലുമൊക്കെ കൂടിയാലും അങ്ങനത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഉപ്പ, നമുക്കൊന്ന് പോയിട്ട് വരാം. മോനെ, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു കിടത്തം ഇവിടെ അങ്ങനെ കിടക്കട്ടെ ഞാൻ. ഫൈസലിൻ്റെ കൈകൾ അതാ ഉപ്പ മുറുകെ പിടിക്കുന്നു. ഫൈസൽ, എന്തുപ്പ, എന്തു പറ്റി? എൻ്റെ മോൾക്ക് ആരുമില്ല കേട്ടോ. എൻ്റെ മോൾക്ക് ആരുമില്ല. എന്താ ഉപ്പ നിങ്ങളീ പറയുന്നത്? അവൾക്കൊരു ഭർത്താവില്ലേ? അവൾ നല്ല രീതിയിൽ നോക്കുന്ന ഭർത്താവില്ലേ? പിന്നെന്താ, ഫാമിലി ഇല്ലേ? അവളെ അങ്ങനത്തെ സ്ഥലത്തേക്കല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്? എത്രയോ തലമുറകൾക്കും അതിനപ്പുറം കഴിയാനുള്ള സ്വത്തും സമ്പാദ്യവും ബിസിനസ്സും അവർക്കുണ്ടല്ലോ.
പിന്നെ എന്താ ഉപ്പ പറയ്, നിങ്ങൾ എന്താ വിഷമിക്കുന്നുണ്ടല്ലോ? മോനെ ഫൈസി, എൻ്റെ മുംതാസ് പാവാണ്. എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് സമാധാനമൊന്നുമില്ലടാ. എന്താ ഉപ്പ, എന്തു പറ്റി? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവൾ അൽഹംദുലില്ലാ ഹാപ്പി അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു. അതിലെന്താ ഉപ്പ? മോനെ, ആരൊക്കെ തന്നെ കൈവിട്ടാലും എൻ്റെ കുട്ടിനെ ഈ കൈവിട്ടെടുത്തിട്ടോ. ഉപ്പയുടെ ആ ഒരു വാക്കുകൾ അത് ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കയറി. ഉപ്പ, നിങ്ങളെന്താ പറയുന്നത്? മോനെ, എൻ്റെ കുട്ടിനെ കൈവിടരുതിട്ടോ. ആരും രക്ഷിച്ചാലും നീ ഉണ്ടാവണം കേട്ടോ, എപ്പോഴും ഓളെ കൂടെ. ഉപ്പ, എന്താ ഉപ്പ നിങ്ങളീ പറയുന്നത്? അവളെ നിക്കാഹ് കഴിപ്പിച്ച് പറഞ്ഞയച്ച പെണ്ണല്ലേ? ഇനിയും ഞാൻ അവളുടെ കൂടെ. അതെ മോനെ, എൻ്റെ കുട്ടി വേണം. എൻ്റെ കുട്ടി ഓളെ സംരക്ഷിക്കാൻ എപ്പോഴും കൂടെ വേണം. ഒരാങ്ങളുടെ സ്ഥാനത്തെങ്കിലും എൻ്റെ കുട്ടി നിൽക്കണം. ഒരിക്കലും ഓളൊറ്റക്കാണെന്നുള്ള ചിന്ത അവൾക്ക് തോന്നരുത്. ആ ഉപ്പ അത് പറഞ്ഞുകൊണ്ട് കരയുന്നു. ഹേയ് ഉപ്പ, കരയില്ലേ? എന്താ നിങ്ങൾ കരയുന്നത്? ഉപ്പയുടെ കണ്ണുനീർ അതാ അവൻ മകനെ പോലെ തുടച്ചു കൊടുക്കുന്നു. ഏയ് ഉപ്പ, എന്താ ഉപ്പ, ഞാനൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനും വിഷമിക്കുന്നത്? ആരുമില്ലടാ, ഞങ്ങൾക്ക് ആരുമില്ല നീയല്ലാതെ. എല്ലാ കാര്യത്തിനും നീയേ ഉള്ളൂ. ഏയ് എന്താ, ഞാനില്ലേ നിങ്ങളുടെ കൂടെ? ഉമ്മ അങ്ങോട്ട് വരുന്നു. മോനെ, എപ്പോഴും ഇക്കാക്കുള്ള സംസാരം തന്നെയാണ്. ഞങ്ങൾക്ക് ആരുമില്ല. ഒരുപാട് സ്വത്തും മുതലും സമ്പാദ്യം എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളെ നോക്കാനൊന്നും ആരുമില്ല. എൻ്റെ മോളെ കാര്യത്തിൽ നോക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു തോന്നലാണ്. പിന്നെ എൻ്റെ മോൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു സമാധാനമാണ്. എപ്പോഴും പറയും, എൻ്റെ മോൻ ഫൈസി, എൻ്റെ മോനാണോന്, അവൻ ഉണ്ടല്ലോ അല്ലേ? അതാണ് മോനെ എപ്പോഴൊരു വിശ്വാസം. ഉമ്മ, ഒരിക്കലും ഞാൻ വിട്ടുപോകുന്നു കരുതണ്ട. എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഫൈസലിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിനെ വല്ലാതെ അങ്ങ് സന്തോഷത്തിലാക്കി. എൻ്റെ കുട്ടിനെ പഠിച്ചോ നന്നാക്കട്ടെ, എന്നും വേണം ഞങ്ങളുടെ കൂടെ താങ്ങായും തണലായും. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, എല്ലാത്തിനും ഞാൻ ഉണ്ടല്ലോ. ഇവിടെ വന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ പോലും ഞാൻ പോവാറില്ല. അവിടെ പോയാലും പെട്ടെന്ന് ഞാൻ വരും. അങ്ങനെയല്ലേ? സത്യത്തിൽ ഫൈസൽ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ അങ്ങനെ പോകാതെ നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആ വീടിനകത്ത് തൻ്റെ ആദ്യ ഭാര്യയുണ്ട് നുസൈബ. അവൾ ഞാൻ അത്രക്കും കഷ്ടപ്പെടുത്തിയതാണ്. അവളുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്കൊരിക്കലും ധൈര്യം വരുന്നില്ല. ഞാൻ അത്രക്കും നീചനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും ആ വീട്ടിൽ തങ്ങാൻ ഫൈസൽ തയ്യാറാവുന്നുമില്ലായിരുന്നു. അത് ഷാമോനും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ഞാൻ ആദ്യം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് അത് ഷാമോൻ്റെ ഭാര്യയായി എന്തൊക്കെ തന്നെയായാലും വന്നു. പാവം അറിഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളതൊന്നും. അത് അങ്ങനെ ഒരു വിധി. എന്തൊക്കെ തന്നെയായാലും ഇനിയും അവളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ ഷാമോൻ്റെ മുഖത്തേക്ക് സത്യം പറഞ്ഞാൽ നോക്കാൻ തന്നെ എനിക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൂടുതൽ നിൽക്കാതെ ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ റിസോർട്ടിലേക്ക് വരിക പതിവാണ്. വീട്ടിലധികം നിൽക്കാറേയില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് കൂടുതൽ അങ്ങ് അടുത്തു പോവുകയും ചെയ്തു. ഉമ്മയും ഉപ്പയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പിതാവില്ലാത്ത ആ ഒരു വിഷമം ഇതൊരു പിതാവിനെ കാണുമ്പോൾ ഞാൻ മറക്കും. അത്രക്കും സ്നേഹനിധിയാണ് ആ പിതാവ്. മുംതാസിൻ്റെ കാര്യത്തിൽ മോൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം തന്നെ ഉപ്പ വീണ്ടും പറയും. ഫൈസലിൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പ, ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ. വേണ്ട മോനെ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. മോൻ ചെല്ല്. എടി, അവനക്കുള്ള ചായ ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മോനെ വാ, കോഫി കുടിക്ക്. ഉമ്മ, ഇപ്പം അതൊന്നും വേണ്ടില്ല. അല്ല മോനെ, ഇത് കുടിച്ചിട്ട് പോയിക്കോ. പിന്നെ ഫുഡിന് സമയമാകുമ്പോൾ വരണം കേട്ടോ. പുറത്തുനിന്നൊന്നും കഴിക്കരുതേ. ഞാനിവിടെ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് അങ്ങോട്ട് വേണ്ടുമ്മ, ഞാൻ ഇങ്ങോട്ട് വരാം. മുംതാസ് പോയതിന് ശേഷം തന്നെ അവൻക്ക് കൂടുതലായിട്ട് അവരുടെ റൂമിൽ സ്വാതന്ത്ര്യമുണ്ട്. മുംതാസ് ഉള്ളപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. കാരണം അവളൊരു പെൺകുട്ടിയാണ്. അതും കല്യാണപ്രായമായ ആ ഒരു പെൺകുട്ടിയുള്ള റൂമിലേക്ക്
അങ്ങനെ അങ്ങ് പോകുന്നത് ശരിയല്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഉമ്മ ഫുഡും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എത്തിക്കുമായിരുന്നു. പക്ഷേ മുംതാസ് പോയതിനു ശേഷം ഉമ്മ അവനെ ഇങ്ങോട്ട് ക്ഷണിക്കും. മോനെ, ബാപ്പാക്കാണെങ്കിൽ അങ്ങോട്ട് വരാനും കഴിയുന്നില്ല, മോൻ ഇങ്ങോട്ട് വാ. അതുകൊണ്ട് തന്നെ നേരിട്ട് അവൻ കയറി വരും, ഒരു പേടിയുമില്ലാതെ. പിന്നെ ഉപ്പയുടെ അടുക്കലേക്കല്ലേ, തെറ്റിദ്ധരിക്കാനൊന്നും ഒന്നുമില്ലല്ലോ. മുംതാസും ഇവിടെയില്ല. പക്ഷെ മുംതാസ് പോയതിനു ശേഷം ഇങ്ങോട്ടുള്ള വരവ് ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാതെ ദുഃഖമുണ്ടാക്കിയിരുന്നു, സങ്കടമുണ്ടാക്കിയിരുന്നു. അവൾ ഉപയോഗിച്ച ഓരോ സാധനങ്ങൾ, അവളുടെ ആ ഡ്രസ്സൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഫൈസൽ ഒരു നിമിഷം അത് നോക്കി നിന്ന് പോവും. പാവം, എന്ത് ചെയ്യാ, വിധിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വേണ്ട. എന്തിനാ ഇപ്പോൾ വെറുതെ വിവാഹം കഴിച്ചു പോയ പെൺകുട്ടികളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്. അന്ന് അതാ ഫുഡ് കഴിച്ച് ഫൈസൽ അവൻ്റെ റൂമിലേക്ക് വന്ന് കിടക്കുന്നു. ഏകാന്തമായ തൻ്റെ ജീവിതം. തനിക്ക് ഭാര്യയില്ല, മക്കളില്ല, ഒന്നുമില്ല. സ്നേഹിക്കപ്പെടാൻ ഇതാ ഈ ഉമ്മയും ഉപ്പയും ഉണ്ട്, എൻ്റെ ഉമ്മയും വീട്ടുകാരുണ്ട്. അല്ലാതെ തനിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് ഇണയാക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം ഒന്നുമില്ലെങ്കിൽ ഒരാണല്ലേ, ഒരു പെണ്ണുണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അതിലേക്ക് ചേർക്കാൻ ഒരു പെണ്ണില്ല എന്നുള്ള ഒരു വേദനയും ഫൈസലിൻ്റെ മനസ്സിൽ ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അതിനങ്ങോട്ട് തോന്നേയില്ല. കണ്ണടച്ചാലും തുറന്നാലും കൺമുമ്പിൽ ഇപ്പോൾ മുംതാസാണ്. മുംതാസ് പോയതിനു ശേഷം തന്നെ ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ് വന്നുകൊണ്ടിരുന്നത്. പല തവണകളായി ഒന്ന് വിളിക്കട്ടെ, സംസാരിക്കട്ടെ എന്ന് തോന്നിപ്പോകും. പക്ഷേ എന്തിന്, അവൾ ജീവിക്കട്ടെ സുഖമായി. എൻ്റെ ജീവിതം എന്തൊക്കെ തന്നെയായാലും ഇങ്ങനെയൊക്കെയായി. പക്ഷെ ഒരിക്കലും മുംതാസിൻ്റെ ജീവിതം നശിക്കരുത്, അവൾ എന്നും ഹാപ്പിയായി അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് മാത്രമായിരുന്നു ഫൈസൽ കൊതിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും. ഉമ്മയും ഉപ്പയും പറഞ്ഞ വാക്കുകൾ, മോൻ ഒന്ന് പോയി നോക്കണം അവളെ. ഉപ്പയുടെ ആ ഒരു വാക്കുകൾ, അതൊരിക്കലും ധിക്കരിക്കുന്നത് ശരിയല്ല. അവളുടെ അടുക്കലേക്ക് പോകണം. ഉപ്പ അവൾക്ക് വേണ്ടി തന്ന ഈ ഒരു ഗിഫ്റ്റ് അത് കൊടുത്തേ തീരൂ, അത് കൊടുക്കണം. ഒരിക്കലും ഫൈസൽ അത് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി താല്പര്യപ്പെട്ടില്ല. അദ്ദേഹം തന്നേൽപ്പിച്ചതാണ്. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, പക്ഷേ അത് വേണ്ട. ആ പിതാവ് മകൾക്ക് സന്തോഷത്തോടെ സമ്മാനിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അവൻ്റെ ഷെൽഫിൽ അതാ വെക്കുന്നു. ആ ഷെൽഫിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട്, അല്ലാ, പാവം, അവൾ ജീവിക്കട്ടെ, സന്തോഷത്തോടു കൂടി അവൾ കഴിയട്ടെ, കഴിഞ്ഞിട്ട് അവർക്ക് മക്കളുണ്ടാകട്ടെ. ആ മക്കളെ എടുത്ത് എനിക്ക് കൊഞ്ചിക്കണം, ആ പൊന്നു മക്കളെ എനിക്ക് നെഞ്ചോട് ചേർക്കണം. എനിക്ക് ലഭിക്കാത്തതൊക്കെ ആ മക്കളെ കാണുമ്പോൾ എനിക്ക് മാറണം, ആ വേദനയും സങ്കടവുമെല്ലാം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫൈസലിനെ ഉറക്കം കിട്ടുന്നേയില്ല. മുംതാസ്, നീ എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് നീ അവിടെ എത്തിപ്പെട്ടത്. ഒരു പക്ഷേ ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ആ ഉമ്മാക്കും ഉപ്പാക്കും ഇത്ര വിഷമം സങ്കടം ഉണ്ടായിരുന്നില്ല. എപ്പോഴും കാണണം എന്നുള്ള ആഗ്രഹം ഞാൻ എങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാൻ. അന്നവൾ ഡിലീറ്റ് ചെയ്ത് ആ ഒരു മെസ്സേജ് അവൻ പരമാവധി എടുക്കുവാൻ വേണ്ടി അവൾ ഡിലീറ്റ് ചെയ്തതാണ്, അതുകൊണ്ടത് കിട്ടില്ല. പക്ഷേ അവളുടെ ആ സംസാരത്തിൽ കരച്ചിലിൻ്റെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. അവൾക്ക് സുഖല്ലേ? എന്തൊക്കെ തന്നെയാലും സർപ്രൈസായി അവളുടെ അരികിലെത്തണം. അവളുടെ അരികിലെത്തിയിട്ട് എനിക്ക് അവളെ കണ്ട് സമാധാനിപ്പിച്ച് അവൾക്കുള്ള ഗിഫ്റ്റും കൊടുത്ത് മടങ്ങണം. അവരുടെ ആ നല്ല ജീവിതം കണ്ട് എനിക്ക് സന്തോഷമുണ്ടാകണം. അവളും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഫൈസലിൻ്റെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ വരെ കഴിഞ്ഞിരുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന കിടക്കുന്നുണ്ട്. പക്ഷേ അത് പറയാത്തിടത്തോളം കാലം എനിക്ക് അതൊരു കനലായി എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഫൈസൽ തൻ്റെ ഫോൺ എടുത്തു. അവൾക്കൊന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ.
വെറുതെ ഒന്ന് ഒരു പക്ഷേ അളിയൻ കണ്ടാലും പ്രശ്നമൊന്നുമില്ല, ആ രീതിയിലുള്ള മെസ്സേജ് അല്ലേ. അപ്പോൾ തന്നെ അതാ അവൻ ഫോൺ എടുക്കുന്നു. ഏതാണ്? വീഡിയോ കോളൊന്നും വേണ്ട, ജസ്റ്റ് അവൾക്കൊരു മെസ്സേജ് അയച്ചു നോക്കാം, കാര്യമൊന്നറിയാൻ വേണ്ടി മാത്രം. അതായത് നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് വിട്ടു തരുവാനും ആ ഒരു ഫ്ലാറ്റ് നമ്പർ അതൊക്കെ ഒന്ന്, അത് വേണോ? അല്ലെങ്കിൽ വേണ്ട, അതെങ്ങാനും ഇനിയിപ്പോൾ അയാളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷമമാവും. തൽക്കാലം ഇങ്ങനെ ഒന്ന് അയക്കാം. മുംതാസ്, സുഖമല്ലേ? റാഹത്തല്ലേ? നിനക്ക് സന്തോഷ ജീവിതത്തിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു മെസ്സേജ് അതാ അവളുടെ ഫോണിലേക്ക് അവൻ എഴുതി വിടുന്നു. അത് മതി. അങ്ങനെയാകുമ്പോൾ ഒരു ബ്രദർ എഴുതുന്ന പോലെ തോന്നുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട്. എന്നാൽ ഈ സമയം അതാ മുംതാസിൻ്റെ ഇഷ്ടപ്രകാരം അവളുടെ ഫോൺ നന്നാക്കാൻ കൊടുത്തിരുന്നു. മുംതാസ്, നിനക്ക് വേറെ ഫോൺ നോക്കിയാൽ പോരെ? വേണ്ട, എനിക്ക് അതന്നെ വേണം, എനിക്കെൻ്റെ ഉപ്പ തന്നതാണിത്, അതുകൊണ്ട്. നിനക്ക് വാശി കുറച്ച് കൂടുതലാണ്, നിൻ്റെ വാശിയാണ് നിനക്ക്. വാശിയല്ല, നിങ്ങൾ എന്ത് കരുതിയിട്ടാണ് എൻ്റെ ഫോൺ? ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല, മോശമാണത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഫോൺ റിപ്പയറിങ്ങിന് കൊടുക്കാം. അങ്ങനെ അതാ ആ ഫോൺ തന്നെ അവൾക്ക് ലഭിക്കുന്നു. അതിലുള്ളതൊന്നും പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഫോൺ അതാ കിട്ടിയപ്പോൾ വിളിക്കുന്നു അവളുടെ ഭർത്താവിനെ. അത് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ഒരു മെസ്സേജ്. നമ്പർ സേവ് അല്ല, പക്ഷേ സേവ് അല്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അയാൾ ആ ഫോൺ തുറന്ന പാടെ ഒന്ന് ചെക്ക് ചെയ്തു. മുംതാസ്, സുഖമല്ലേ? റാഹത്തല്ലേ? നിനക്ക് സന്തോഷ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കണ്ടയുടൻ അതാ അവന് കലി ഇളകി. ഷിറ്റ്, വല്ലാത്തൊരു. ഇതാണ് ഞാൻ പറഞ്ഞത്, അവൾ വിചാരിക്കുന്ന പോലെയല്ല, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അവൻ ഇളകിക്കൊണ്ട് പെട്ടെന്ന് വാഹനത്തിൽ കയറി. അന്ന് ക്ലാസ്സിലായിരുന്നു അവൾക്ക്. നേരെ അതാ ഫോണും കൊണ്ട് അവളുടെ അടുക്കിലേക്ക്. അവൾ റൂമിൽ എന്തോ ഡ്രസ്സിങ് ചെയ്യുകയോ എന്തോ അറിയില്ല. മുംതാസ്, എന്താടാ മോനെ? ഉമ്മ പറയുന്നു. എന്താടാ നീ പൊളിക്കാണോ? മുംതാസ്, എന്താടാ ഇത്രയധികം കലി പിടിച്ച് എന്ത് കണ്ടിട്ടാ നീ വരുന്നത്? ഓളിപ്പോൾ കുളി കഴിഞ്ഞ് ഡ്രസ്സിങ്ങിന് വേണ്ടി ഞങ്ങൾ പോയിട്ടേ ഉള്ളൂ. മുംതാസ്, ബാത്റൂമിലായിരുന്നു അവൾ ആകെ ബേജാറായിപ്പോയി. പഠിച്ചവന് ഡ്രസ്സൊക്കെ ഇടുന്നേ ഉള്ളൂ, കുളി കഴിഞ്ഞ് തല തോർത്തുന്നുള്ളു. എന്ത്? മുംതാസ് തുറക്കാനാണ് പറഞ്ഞത്. അല്ലാ. അവൾ പെട്ടെന്ന് ടർക്കി എടുത്ത് പുതച്ചുകൊണ്ട് ഡ്രസ്സ് പോലും ശരിക്കൊന്ന് മാറ്റിയൊരുങ്ങാതെ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പതുക്കെ പോകുന്നു. തലപ്പോലും തോർത്തിയില്ല. എന്ത് ഇത് ഇത്ര തിരക്ക്? മുംതാസ്, തുറക്കടി. എന്താടി ഇത് എന്താ? ഇത് നീ ആരുടെ മെസ്സേജ്? ഇത് ആരുടെ നമ്പറാണ് ഇത്? പറ. നമ്പറോ? ഇത് എൻ്റെ ഫോൺ ശരിയായോ? നിൻ്റെ ഫോൺ ശരിയായോ ഇല്ലേ എന്നല്ല ഇവിടെ ചോദിച്ചത്. ഇത് എന്താണ്? ആരയച്ച മെസ്സേജാണിത്? മുംതാസ്, സുഖമല്ലേ? റാഹത്തല്ലേ? സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറയടി. അവളുടെ ആ ഒരു നനഞ്ഞ മുടി ചുറ്റി പിടിച്ചുകൊണ്ട് അയാൾ പറയടി. പറയാനാ പറഞ്ഞത്. നിൻ്റെ റാഹത്തും സുഖവും സന്തോഷമൊക്കെ അന്വേഷിക്കാൻ ആരാടി ഈ മെസ്സേജ് അയച്ചത്? സത്യം പറ. ഇതിന് മുമ്പിൽ നീ അവനക്കൊരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് 2 ദിവസം മുമ്പ്. കണ്ടില്ലേ? സത്യം പറ, നീയാണ് ഹേതു എടുക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി, അവനല്ല. അവനിപ്പോൾ നിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നിരിക്കുന്നു. പറയടി, ആരാ ഇത്? അവൾക്ക് ആകെ ബേജാറായിപ്പോയി. അത് ഫൈസൽക്കയുടെ നമ്പർ തന്നെ, പക്ഷേ സേവ് ചെയ്തതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു. അത് പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് തന്നെ അന്ന് സങ്കടത്തോടെ എന്നെ തല്ലാൻ വേണ്ടി ഓടിയപ്പോൾ ഞാനങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് പോയതാണ്. അത് അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴിതാ. പറയടി, സത്യം പറ, ഇതാരാ? നിൻ്റെ വിവരം അന്വേഷിക്കാൻ ആരെയാണ് നീ നിർത്തിയിട്ടുള്ളത്? ഞാനിവിടെ ഉണ്ടാകുമ്പോൾ നിൻ്റെ വിവരം അന്വേഷിക്കാൻ വേറൊരുത്തൻ്റെ ആവശ്യമുണ്ടോ? DP പോലും ഇല്ല, സേവ് ചെയ്യാത്തത് കൊണ്ട് അല്ലേ? അല്ലെങ്കിൽ കാണുമല്ലോ. പറയടി. പെട്ടെന്ന് അയാൾ ആ ഒരു നമ്പർ അതാ
സേവ് ചെയ്യുന്നു ഫൈസൽ. ആഹാ, തെളിഞ്ഞ് വന്നല്ലോ നിൻ്റെ മറ്റവൻ്റെ മുഖം. അല്ലേ, ഇത് നിൻ്റെ മറ്റവനല്ലേ? നനഞ്ഞൊലിക്കുന്ന ആ ഒരു മുടിയിഴകളിലൂടെ വെള്ളം അത് ധാരയായി ഒഴുകുന്നു. പറയടി. ആ മുടിക്കെട്ട് അവൻ പിടിച്ചു വലിക്കുന്നു. എന്താ ഇതെന്താ? ഒരു വിവരം അന്വേഷിച്ചത് ഇത്ര വലിയ തെറ്റാണോ? വെറുതെ ആരും വിവരം അന്വേഷിക്കൂരല്ലോ. നീ ഇവരും തമ്മിൽ കനത്ത എന്തോ ഒരു ബന്ധം എപ്പോഴും ഉണ്ട്. എന്നെ നീ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് നടക്കല്ലടി. അവളെ അതാ ശക്തമായി മുടി പിടിച്ച് ആ ഒരു ചുവരിലേക്ക് തള്ളുന്നു. അല്ലാ, എന്താ ഇത്? അവളുടെ ഡ്രസ്സ് പോലും മര്യാദയ്ക്ക് ഒന്നുടുക്കാൻ കഴിയാതെയാണ് അവൻ ആ വാതിൽ തല്ലിപ്പൊളിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് സങ്കടമായിപ്പോയി. അജി, ഏയ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ഫോണിൽ ഒരു മെസ്സേജ് കണ്ടെന്ന് വിചാരിച്ച് ഇത്രയധികം പീഡിപ്പിക്കാൻ പാടുണ്ടോ? അതെ, ഇതിനൊക്കെ വലിയ കേസാണ്. നീ അങ്ങ് പോയി കേസ് കൊടുക്കടി. ദയവായി നിങ്ങൾ കാര്യം എന്താണെന്ന് അറിയാതെ സംസാരിക്കരുത്. ഇതിലെന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് സുഖമല്ലേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിത്ര തെറ്റായ കാര്യമാണോ? അവളും അല്പം ശബ്ദത്തിൽ അത് പറഞ്ഞു. അത് തെറ്റല്ലാതെ പിന്നെന്താ? എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് തെറ്റ്. ഇതിലെന്ത് തെറ്റാ? ആരാടി അവൻ നിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ? ആരാ അവൻ? നിന്റെ ആരാ? ബ്രദറാണോ? കൂടെപ്പിറപ്പാണോ? ആരാ? കാമുകനാണോ? ഒന്നുകിൽ ബ്രദർ അല്ലെങ്കിൽ കൂടെപ്പിറപ്പ്. അങ്ങനെയുള്ളവരെ ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ. പ്രാർത്ഥിക്കുക. നമ്മുടെ സുഖജീവിതത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? തൻ്റെ ഫോണിൽ കണ്ട ആ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് അവൻക്ക് കലിതുള്ളിയത് എന്ന് അവൾക്ക് ബോധ്യമായി. ഡോണ്ട് റിപ്പീറ്റ്. അവൻ അവളുടെ നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. അതിന് ഒരു വിശേഷം അന്വേഷിച്ചത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? അതെ, തെറ്റാണ്. തികച്ചും തെറ്റാണ്. എനിക്ക് താല്പര്യമേ ഇല്ല. അവൻ്റെ ആ മുഖം കണ്ടാലുണ്ടല്ലോ ഞാനങ്ങ് അടിച്ച് പൊളിക്കലായിരിക്കും. നോ മിസ്റ്റർ, നിങ്ങൾക്കതിന് കഴിയില്ല. ആഹാ, നിങ്ങൾക്കതിനൊരിക്കലും കഴിയില്ല അവരെ തോൽപ്പിക്കാൻ. ഓഹോ, എന്തൊക്കെ തന്നെയാലും നീ അവൻ്റെ ഭാഗത്ത് തന്നെ അല്ലേ? കെട്ടിക്കൊണ്ടുവന്ന് നിക്കാഹ് കഴിച്ച ഭർത്താവിനോട് സ്നേഹമല്ല, ഇഷ്ടമല്ല. ഏതോ വീട്ടിൽ അവിടെ പാർട്ട്ണറായി നിൽക്കുന്ന ഒരുത്തൻ, അവനാണ് നിൻ്റെ മനസ്സിൽ. എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടി. അനാവശ്യം പറയരുത്. കുറേ ദിവസമായി നിങ്ങൾ ഇതിൻ്റെ പേരിൽ സംസാരിക്കുന്നു. ദയവായി നിങ്ങൾ അനാവശ്യം പറയുന്നത് നിർത്തണം. ഒരു സുഖവിവരം അന്വേഷിച്ചു എന്ന് കരുതിയിട്ട് അതിനു മുമ്പ് നീ എന്തായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്? അതുകൂടെ എനിക്ക് അറിയണം. അതറിഞ്ഞേ ഞാൻ നിന്നെ വിടൂ. എന്തറിയാൻ? എനിക്കും ഇല്ലേ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സ്വാതന്ത്ര്യങ്ങളൊക്കെ. നിങ്ങളെ പേടിച്ച് മാത്രം നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല. ഭർത്താവാണെന്ന് കരുതി നിങ്ങൾ വരച്ച വരയിൽ നിൽക്കണം, നിങ്ങളെ പേടിച്ച് നിങ്ങളുടെ കീഴിൽ നിൽക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് പോണം മിസ്റ്റർ. നിങ്ങളുടെ അടിമപ്പെണ്ണായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നല്ല മാന്യമായി എൻ്റെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ജോർജിയയിലേക്ക് വന്നതും ഇവിടെ സ്റ്റുഡൻ്റ് ആയതും ഒക്കെ. പിന്നെ കല്യാണത്തിന് വേണ്ടിയും എൻ്റെ ബാപ്പ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെൻ്റെ ആഭരണങ്ങളായിട്ട്. പക്ഷേ അതിപ്പോൾ കാണുന്നില്ല എന്ന് മാത്രം. എത്രയോ നിങ്ങൾ തന്ന ആ ഒരു മഹറിൻ്റെ എത്രയോ ഇരട്ടിയുള്ള വിലയുള്ള ഒരു മാലയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എല്ലാം നിങ്ങളുടെ കയ്യിലെത്തിയതിന് ശേഷം മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. മുംതാസ്, അധിക പ്രസംഗി, കൂടുതൽ ചിലക്കാതെ പോടി എൻ്റെ മുമ്പിൽ നിന്ന്. കണ്ടോ, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പുള്ളി. അതേ, ഞാൻ വെറും ഒരു പെണ്ണല്ല, പാവമായി വെറുതെ കരയുന്നതല്ല. എനിക്കുമുണ്ട് അല്പം വിവരവും വിദ്യാഭ്യാസമൊക്കെ. ആണുങ്ങൾ എന്തും പറഞ്ഞ് മെക്കെട്ട് കയറാം എന്നുള്ള ഒരു രീതി അതങ്ങ് മാറ്റിവെച്ചേക്ക്. മുംതാസിൻ്റെ അടുക്കൽ അത് നടക്കില്ല. അവൾ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. ഇങ്ങോട്ട് വാടി നിൻ്റെ ആ കള്ളക്കാമുകനെയും കൊണ്ട്. ദേ, അനാവശ്യം പറയരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കാൽഭാഗം പോലും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഡയാന, മറ്റു പെണ്ണുങ്ങൾ അവരുടെ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങലും അവരുടെ കൂടെയുള്ള ഇടപഴകലും കാര്യങ്ങളും അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല. അവൻ ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെയേ കരുതിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് ബ്രദർ പറയാൻ നാണല്ല നിനക്ക്. ആരാണ് നിൻ്റെ ബ്രദർ? ഏതോ ഒരു വീട്ടിൽ പറന്ന് നിങ്ങളുടെ വീട്ടിൽ പാർട്ട്ണറായി കയറി വന്നോ അവനാണോ ബ്രദർ?
അതെ, എൻ്റെ ബ്രദറിൻ്റെ സ്ഥാനത്ത് മാത്രമേ ഞാൻ അവനെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. അത് നീ അങ്ങ് പറയും. പിന്നെ എൻ്റെ നേരെ നിൻ്റെ നാവ് കൂടുതൽ പൊങ്ങിയാൽ നാവ് അരിഞ്ഞ് ഞാൻ കളയും, ശ്രദ്ധിച്ചോ. ഓഹോ, അതിനെ ഇവിടെയുണ്ട് കോടതിയും നിയമവും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഒരു പെണ്ണായിട്ട്. ഇങ്ങനെ ഒരാളുടെ അടിമയായി ജീവിക്കാൻ മുംതാസിന് താല്പര്യമില്ല. അവൾ ശക്തമായി പ്രതികരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.